So now we are going to discuss about the chapter which comes under the S3 MA English Literature, European drama, that is Andromache by Euripides. I hope I'm pronouncing it correct, Andromache. So ഫസ്റ്റ് നമുക്ക് ഓതറിനെ കുറിച്ച് നോക്കാം. ഈ പ്ലേ റൈറ്റ് എന്ന് പറയുന്നത് യൂരിപ്പിഡസ് ആണ്. ആൻഡ് ഹീസ് ലിവ്ഡ് അറൗണ്ട് 480 to 406 BCE. ഗ്രീക്ക് ട്രാജഡിയിലെ തന്നെ വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് റൈറ്റേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരാളാണ് യൂരിപ്പിഡസ് എന്ന് പറയുന്നത്, അലോങ് വിത്ത് എയ്സ്കിലസ് ആൻഡ് സോഫോക്കിൾസ്. അന്ന് വരെ ഉണ്ടായിരുന്ന ഒരു റൈറ്റിങ്ങിൽ നിന്ന് കുറച്ച് മാറിയിട്ട് ആൾക്കാരുടെ ഇമോഷൻസിനും ഇന്നർ സ്ട്രഗിൾസിനും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് യൂരിപ്പിഡസ് അദ്ദേഹത്തിൻ്റെ വർക്ക്സ് എഴുതിയിരുന്നത്. ആൻഡ് ദിസ് മെയ്ഡ് ഹിസ് ക്യാരക്ടേഴ്സ് മോർ റിയലിസ്റ്റിക്. നമ്മൾ റിയൽ ലൈഫ് ആയിട്ട് കൂടുതൽ മാച്ച് ചെയ്തിരിക്കാൻ വേണ്ടി ഇത് ക്യാരക്ടേഴ്സിനെ ഹെൽപ്പ് ചെയ്തു. ആൻഡ് ഇദ്ദേഹത്തിൻ്റെ വെൽ നോൺ പ്ലേസ് എന്ന് പറയുന്നത് മെഡിയ, ദ ബക്കെ, ഹിപ്പോലിറ്റസ്, എലക്ട്ര ആൻഡ് ട്രോജൻ വുമൻ. ഇദ്ദേഹം കൂടുതലും റൈറ്റിങ്സിൽ നല്ല പവർഫുൾ ആയിട്ടുള്ള വിമനെ കുറിച്ചായിരുന്നു എഴുതിയിരുന്നത്. അതുപോലെ തന്നെ സ്ലേവ്സ്, ഔട്ട്സൈഡേഴ്സ് ഇവരോടുള്ളൊരു സിമ്പതിയും നമുക്ക് ഇദ്ദേഹത്തിൻ്റെ വർക്ക്സിൽ കാണാൻ പറ്റും. ട്രഡീഷണൽ ഐഡിയാസ് ആയിട്ടുള്ള എന്താണ് ഗോഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫേറ്റ് എന്ന് പറയുന്നത് മാറ്റാൻ പറ്റത്തില്ല എന്നുള്ളതൊന്നും ഇദ്ദേഹം വിശ്വസിച്ചിരുന്നില്ല. പകരം ഇദ്ദേഹം വിശ്വസിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഹി ഫോക്കസ്ഡ് ഓൺ ഹ്യൂമൻ ചോയ്സസ് ആൻഡ് സഫറിങ്. മനുഷ്യൻ്റെ ചോയ്സുകളും മനുഷ്യൻ്റെ കഷ്ടപ്പാടും കുറച്ച് ഹ്യൂമനിസ്റ്റിക് ആയിട്ട് എഴുതിയ ഒരാളാണ് യൂരിപ്പിഡസ് എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ വേ ഓഫ് റൈറ്റിംഗ് ലേറ്റർ പ്ലേസ്, അതായത് മോഡേൺ തിയേറ്റർ ആയിക്കോട്ടെ, ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്ന പ്ലേസിലൊക്കെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു വേ ഓഫ് റൈറ്റിങ്ങിൻ്റെ ഇൻഫ്ലുവൻസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് ലൈഫ്, അതായത് ലൈഫിൻ്റെ ലാസ്റ്റ് എൻഡ് ഇദ്ദേഹം ചെലവഴിച്ചത് മക്ഡോണിയയിലാണ്. മക്ഡോണിയയിലേക്ക് മൂവ് ചെയ്ത് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഇദ്ദേഹം അവിടെ തന്നെ വെച്ചാണ് മരിക്കുന്നത്. സോ കമ്മിങ് ടു ദി പ്ലേ, ആൻഡ്രോമാക്കി എന്ന് പറയുന്നത് ഇസ് എൻ എത്തീനിയൻ ട്രാജഡി ബൈ യൂരിപ്പിഡസ്. ഏതൻസിലെ സ്റ്റോറിയാണ്, യൂരിപ്പിഡസ് ആണ് എഴുതിയിരിക്കുന്നത്. ആൻഡ് ഈ ഒരു ഡ്രാമയ്ക്കകത്ത് ഇസ് ഡീലിംഗ് വിത്ത് ദ ലൈഫ് ഓഫ് ആൻഡ്രോമാക്കി ആസ് എ സ്ലേവ്. ട്രോജൻ വാറിന് ശേഷം ആൻഡ്രോമാക്കിയെ ഒരു സ്ലേവായിട്ട് പിടിച്ചു വെക്കുന്നതും അവരുടെ അതിന് ശേഷമുള്ള ലൈഫും അവരുടെ സ്ട്രഗിൾസും ഒക്കെയാണ് ഈ ഒരു പ്ലേയിൽ വരുന്നത്. അതുപോലെ തന്നെ ഇവരുടെ മാസ്റ്ററിൻ്റെ ന്യൂ വൈഫായിട്ടുള്ള ഹെർമിയോണിയും ആയിട്ടുള്ളൊരു കോൺഫ്ലിക്റ്റും ഒക്കെ ഈ ഒരു വർക്കിൽ പറയുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ ഫസ്റ്റ് പെർഫോമൻസ് ഡേറ്റ് അൺനോൺ ആണ്. ചില സ്കോളേഴ്സ് ഇത് 428 to 425 BC ഇടയ്ക്കാണെന്നും ചിലവരിത് 420 to 417 BC ഇടയ്ക്കാണെന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റായിട്ട് സ്റ്റേജ് ചെയ്യുന്നത് ഏതൻസിലല്ല എന്നും പറയപ്പെടുന്നുണ്ട്. സോ ഇത് കുറച്ച് ഡൗട്ട്ഫുള്ളാണ്, നമുക്കതിന് കറക്റ്റായിട്ടുള്ളൊരു കൺക്ലൂഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല. സോ ഇതിൽ നോക്കുമ്പോൾ എഴുതിയിരിക്കുന്ന യൂരിപ്പിഡസ് ആണ്. കോറസ്, വിമൻ ഓഫ് പിത്തിയ എന്ന് പറയുമ്പോൾ ഏൻഷ്യൻ്റ് തെസ്സാലിയിലുള്ളൊരു ഡിസ്ട്രിക്റ്റാണ്. തെസ്സാലി എന്ന് പറയുന്ന സ്ഥലമാണ് ഇതിലെ തെറ്റിസ് ഇസ് എ ഗോഡസ്. അപ്പോൾ നമ്മുടെ അക്കില്ലസിൻ്റെയൊക്കെ പ്ലേസ് ആണ് തെസ്സാലി. ആൻഡ് ക്യാരക്ടേഴ്സ് എന്ന് വരുമ്പോൾ ആൻഡ്രോമാക്കി ഉണ്ട്, മെയ്ഡ്, ഹെർമിയോൺ, മെൻലസ്, മൊളസസ്, പീലിയസ്, നേഴ്സ് ഓഫ് ഹെർമിയോണി, ഓറസ്റ്റസ്, മെസ്സഞ്ചർ, തെറ്റിസ്. ഇതിൽ ആൻഡ്രോമാക്കി എന്ന് പറയുമ്പോൾ മെയിൻ ക്യാരക്ടറാണ്, ഹീറോ ആയിട്ടുള്ള ഹെക്ടറിൻ്റെ വൈഫാണ്. അതുപോലെ തന്നെ ഹെർമിയോണി എന്ന് പറയുമ്പോൾ നെപ്റ്റോളമസിൻ്റെ വൈഫാണ്. മെനലസ് എന്ന് പറയുന്നത് നമ്മുടെ ഹെർമിയോണിയുടെ ഫാദറാണ്. മൊളസസ് ആൻഡ്രോമാക്കിയുടെയും നെപ്റ്റോളമസിൻ്റെയും സണ്ണാണ്. പീലിയസ് ഇസ് ദ ഫാദർ ഓഫ് അക്കില്ലസ് ആൻഡ് ഗ്രാൻഡ് ഫാദർ ഓഫ് നെപ്റ്റോളമസ്. ഓറസ്റ്റസ് എന്ന് പറയുമ്പോൾ ഹെർമിയോണി നെപ്റ്റോളമസുമായിട്ട് കല്യാണം ഉറപ്പിക്കുന്നതിന് മുന്നേ ഓറസ്റ്റസുമായിട്ട് കല്യാണം ഉറപ്പിച്ചിരുന്നു, ഫിയാൻസെ ആയിരുന്നു. പിന്നെ തെറ്റിസ് എന്ന് പറയുന്നത് ഇസ് ദ ഗോഡ് മദർ, അതായത് പീലിയസിൻ്റെ
വൈഫാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കുവാണെങ്കിൽ ട്രോജൻ വാർ നടക്കുകയാണ്. ട്രോജൻ വാർ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ലെജൻഡറി വാർ. ഗ്രീക്ക് മിത്തോളജിയിലെ ഒരു ലെജൻഡറി വാറാണ് ബിറ്റ്വീൻ അക്കിയൻസ്. അക്കിയൻസ് എന്ന് പറയുമ്പോൾ ഗ്രീക്സിൻ്റെ വേറൊരു പേരാണ്. അതുപോലെ തന്നെ സിറ്റി ഓഫ് ട്രോയും തമ്മിലുള്ളൊരു യുദ്ധമാണ്. ഇത് ടുക്ക് പ്ലേസ് ചെയ്യുന്നത് അറൗണ്ട് 12th or 13th century. ഇതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രോയിലെ ഒരു വാരിയറായിട്ടുള്ള പാരിസ് നമ്മുടെ സ്പാർട്ടയിലെ ക്യൂനായിട്ടുള്ള ഹെലനെ അടിച്ചുകൊണ്ട് പോയി. അപ്പോൾ ഇവരുടെ ഹസ്ബൻഡിൽ നിന്ന് അടിച്ചുകൊണ്ട് പോയി, മെനലസിൽ നിന്ന്. അപ്പോൾ ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളൊരു വാറാണ് ട്രോജൻ വാർ. അതിൻ്റെ ഭാഗമായിട്ട് നടന്നൊരു വാറാണ്. അപ്പോൾ ഹെലൻ എന്ന് പറയുന്നത് വാസ് എ ബ്യൂട്ടിഫുൾ വുമൻ ഇൻ ഗ്രീസ്. അതുപോലെ തന്നെ നമ്മുടെ സ്യൂസിൻ്റെ മകൾ കൂടിയാണ് ഹെലൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ട്രോജൻ വാറിൻ്റെ ടൈമിൽ എന്താണ്, അക്കില്ലസ് ആൻഡ്രോമാക്കിയുടെ ഹസ്ബൻഡായിട്ടുള്ള ഹെക്ടറിനെ കൊല്ലുന്നു. അപ്പോൾ ഹോമറിൻ്റെ ഇലിയഡ് എന്ന് പറയുന്നത് ഒരു എപ്പിക് പോയമാണ് ബൈ ഹോമർ. ഈ ഒരു പോയത്തിനകത്ത് ഈ ഒരു ട്രോജൻ വാറിനെ കുറിച്ചിട്ട് നന്നായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ അതിൽ നിന്ന് എടുത്തിട്ടാണ് പറയുന്നത്. ഹെക്ടർ ഈ ഒരു ആൻഡ്രോമാക്കിയുടെ ലമെൻറ്റിനെ കുറിച്ച് ഹോമർ ഇലിയഡിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അതായത് ഹെക്ടറിൻ്റെ ഡെത്തിന് ശേഷം തൻ്റെ മകനായിട്ടുള്ള അസ്റ്റിയനാക്സ് പോവർട്ടിയിലായിരിക്കും വളർന്നു വരുന്നത്. സോ ഒരു ഫാദർ ഇല്ലാതെ എങ്ങനെ തൻ്റെ മകനായിട്ടുള്ള അസ്റ്റിയനാക്സിനെ വളർത്തും എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് ആൻഡ്രോമാക്കിയുടെ ഉള്ളിൽ കിടക്കുവാണ്. പക്ഷേ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വളർത്തിക്കൊണ്ട് വരാനൊന്നും പറ്റിയില്ല. അതിന് മുമ്പ് തന്നെ കോൺക്വറിങ് ആയിട്ടുള്ള ഗ്രീക്ക് അസ്റ്റിയനാക്സിനെ എന്ത് ചെയ്തു, ട്രോജൻ വാൾസിൽ എറിഞ്ഞു കൊന്നു. ദാറ്റ് ദ ഫിയർ ദാറ്റ് ഇവനിപ്പോൾ വളർന്നു വന്നു കഴിഞ്ഞാൽ അച്ഛനെ കൊന്നതിന് പ്രതികാരം വീട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് അസ്റ്റിയനാക്സിനെ, അതായത് ഹെക്ടറിൻ്റെയും ആൻഡ്രോമാക്കിയുടെയും മകനായിട്ടുള്ള അസ്റ്റിയനാക്സിനെ കൊന്നു കളഞ്ഞു. പിന്നീട് അസ്റ്റിയനാക്സ് ആൻഡ്രോമാക്കിയെ അക്കില്ലസിൻ്റെ സണ്ണായിട്ടുള്ള നെപ്റ്റോളിമസ് സ്ലേവായിട്ട് കൊണ്ടുവന്നു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ആൻഡ്രോമാക്കിക്കും നെപ്റ്റോളമസിനും ഒരു കുട്ടി ജനിക്കുന്നു. ആൻഡ് ദാറ്റ് ഇസ് മോളസസ്. അതിനുശേഷം നെപ്റ്റോളമസ് ഹെർമിയോണി എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കല്യാണം കഴിക്കുന്നു. ഹെർമിയോണി ഇസ് ദ ഡോട്ടർ ഓഫ് ഹെലൻ ആൻഡ് മെനലസ്. മെനലസിൻ്റെയും ഹെലൻ്റെയും മകളാണ് ഹെർമിയോണി. ആൻഡ്രോമാക്കി ഇപ്പോഴും അവരുടെ ഡെഡ് ഹസ്ബൻഡായിട്ടുള്ള ഹെക്ടറിന് ഡിവോട്ടഡ് ആണെങ്കിലും ഹെർമിയോണിക്ക് ഇപ്പോഴും അവളോട് ജലസാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ ഭർത്താവിൻ്റെ സ്നേഹം അടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നു എന്നുള്ളതുപോലെ, അതുപോലെ തന്നെ ഇവരെ റിവെഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടും ശ്രമിക്കുകയാണ് ഹെർമിയോണി. അവരുടെ ലൈഫും അവരുടെ കുഞ്ഞിൻ്റെ ലൈഫും ഒക്കെ ആലോചിച്ചിട്ട് പേടിച്ചിട്ട് എന്ത് ചെയ്യും, ആൻഡ്രോമാക്കി കുഞ്ഞിനെ ഒരിടത്ത് കൊണ്ടുവന്ന് സേഫായിട്ട് വെക്കും. ആൻഡ് തെറ്റിസിൻ്റെ ടെമ്പിളിൽ ഹു വാസ് ദ മദർ ഓഫ് അക്കില്ലസ്, അക്കില്ലസിൻ്റെ അമ്മയായിട്ടുള്ള തെറ്റിസിൻ്റെ ടെമ്പിളിൽ പോയി റിഫ്യൂജി ആയിട്ട് അഭയം പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. ഇനി പ്ലോട്ട് സമ്മറി നോക്കുവാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ കാണാൻ പറ്റുന്നത് ആൻഡ്രോമാക്കി ഒരു അൾത്താറിൽ ഇങ്ങനെ നിന്നിട്ട് പ്രാർത്ഥിക്കുന്നത് പോലെ സ്വന്തം കാര്യങ്ങളിങ്ങനെ പറഞ്ഞ് വിലപിക്കുകയാണ് ആൻഡ്രോമാക്കി. അതൊരു പ്ലേയുടെ പ്രൊലോഗാണ്. ആ ഒരു പ്രൊലോഗിൽ ഇവരിങ്ങനെ മോൺ ചെയ്യുവാണ്, അവരുടെ ഈ ഒരു മിസ്ഫോർച്യൂണിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ട് ഇങ്ങനെ മോൺ ചെയ്യുവാണ്. അതായത് ട്രോയുടെ ഡിസ്ട്രക്ഷൻ, പിന്നെ അവരുടെ ഹസ്ബൻഡായിട്ടുള്ള ഹെക്ടറിൻ്റെയും മകനായിട്ടുള്ള അസ്റ്റിയനാക്സിൻ്റെയും മരണം, അതുപോലെ തന്നെ ഷി വാസ് എൻസ്ലേവ്ഡ് ടു നെപ്റ്റോളമസിൻ്റെ അടിമയായിട്ട് ഇപ്പോൾ ജീവിക്കുന്നതിനെ പറ്റിയൊക്കെ ഇങ്ങനെ പറഞ്ഞ് വിലപിച്ചുകൊണ്ടിരിക്കുവാണ്. അതുപോലെ തന്നെ നെപ്റ്റോളമസിൻ്റെ വൈഫായിട്ടുള്ള ഹെർമിയോണിയും അവരുടെ ഫാദറായിട്ടുള്ള മെനലസും, അതായത് കിങ് ഓഫ് സ്പാർട്ടയാണ് മെനലസ്, ഇവരും ഇപ്പോൾ ഇവരെ പിടിക്കാൻ വേണ്ടി നടക്കുന്നതിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ട് വിലപിക്കുന്നതാണ് കാണിക്കുന്നത്. ആൻഡ് അവർ റിവീൽ ചെയ്യുന്നുണ്ട് നെപ്റ്റോളമസ് ഇപ്പോൾ സ്ഥലത്തില്ല. ഹി ഈസ് അറ്റ് ഡെൽഫിയിലാണ് ഒറക്കിൾ അറ്റ് ഡെൽഫിയെ കാണാൻ വേണ്ടിയിട്ട് പോയതാണ്. ആൻഡ് ഇവരുടെ സണ്ണായിട്ടുള്ള മൊളസസിനെ, ഇവർ രണ്ടുപേരെ സണ്ണായിട്ടുള്ള മൊളസസിനെ മെനലസ് കൊല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുവാണ്.
അപ്പോൾ ഒരു മെയ്ഡ് വരുന്നു. മെയ്ഡ് വന്നിട്ട് പറയുകയാണെന്ത്, മെനലസ് ആ കുട്ടിയുടെ ലൊക്കേഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞു, അവനെ പിടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണെന്ന് പറയുമ്പോൾ ആൻഡ്രോമാക്കി അവസാനത്തെ ഒരു പിടിവള്ളി എന്നോണം എന്താണ് കിങ് ആയിട്ടുള്ള പീലിയസ്, തെറ്റിസിൻ്റെ ഹസ്ബൻഡാണ്, അക്കിലസിൻ്റെ ഫാദറാണ്, നെപ്റ്റോളമസിൻ്റെ ഗ്രാൻഡ് ഫാദറാണ്. അപ്പോൾ ഇദ്ദേഹത്തിനോട് ഇങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഹെൽപ്പ് സീക്ക് ചെയ്യുവാണ്. അപ്പോൾ ആൻഡ്രോമാക്കി ഇവരുടെ മിസ്ഫോർച്യൂണിനെ കുറിച്ച് വീണ്ടും വീണ്ടും ഇങ്ങനെ ലമെൻറ്റ് ചെയ്ത് പറയും. അതുപോലെ തന്നെ തെറ്റിസിൻ്റെ സ്റ്റാച്യൂവിൻ്റെ ഫീറ്റിൽ പോയി വീണിട്ട് കരയുകയും ചെയ്യുവാണ്. അപ്പോൾ എന്തോ തെറ്റിസിനെ ആൻഡ്രോമാക്കിയെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് തന്നെ ഇവർ ഈ ഒരു സാങ്ച്വറി വിട്ട് പോകാൻ വേണ്ടിയിട്ട് ആൻഡ്രോമാക്കിയോട് പറയുവാണ്. പക്ഷേ ആ ഒരു മൊമെൻറ്റിലാണ് അവരുടെ ഒരു ഫിയർഫുൾനെസ്, ആ ഒരു ഡിസ്കവറി, അവർ കണ്ടുപിടിച്ചൊരു കാര്യം, അതായത് ഹെർമിയോണി എന്ത് ചെയ്തു, വന്ന് ഇവിടെ എത്തിക്കഴിഞ്ഞു. അവരവരുടെ വെൽത്തിനെ കുറിച്ചും സ്റ്റാറ്റസിനെ കുറിച്ചും ലിബർട്ടിയെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ ബോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവരുടെ കണ്ണിൽ ആൻഡ്രോമാക്കി എന്ന് പറഞ്ഞൊരു ജസ്റ്റ് ഒരു സ്ലേവ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഹെർമിയോണി ഇങ്ങനെ വന്നിട്ട് അവരുടെ ആ ഒരു വെൽത്തിനെ കുറിച്ചും സ്റ്റാറ്റസിനെ കുറിച്ചും ലിബർട്ടിയെക്കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ആൻഡ്രോമാക്കിയുമായിട്ട് ഒരു വലിയൊരു കലഹത്തിലേക്ക് തന്നെ ഹെർമിയോണി പോകുന്നുണ്ട്. ആ ഒരു വഴക്കിനിടയ്ക്ക് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ക്വസ്റ്റ്യനിങ് ആയിട്ടുള്ള സ്പീച്ചസ് ഒക്കെ നടത്തുന്നുണ്ട്. കുറ്റപ്പെടുത്തുന്ന രീതിയിൽ, ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിൽ, നീയല്ലേ അങ്ങനെ ചെയ്തത്, അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അക്യൂസ് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. ഹെർമിയോണി ആൻഡ്രോമാക്കിയെ അക്യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ഓറിയൻ്റൽ വിച്ച് ക്രാഫ്റ്റ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഹെർമിയോണിക്ക് കുട്ടികളുണ്ടാവാതെ പോയത്. അതായത് ആൻഡ്രോമാക്കി കുറേ മാജിക് സ്പെൽസൊക്കെ നടത്തിയിട്ടാണ് നമ്മുടെ ഹെർമിയോണിക്ക് കുട്ടികളില്ലാതായി പോയത്. അപ്പം ആൻഡ്രോമാക്കിയോട് എന്താണ് നെപ്റ്റോളമസിന് കുറച്ച് സ്നേഹം കൂടുമല്ലോ, കാരണം ആൻഡ്രോമാക്കിയിലാണല്ലോ മൊളസസ് ഉള്ളത്. അതുകൊണ്ട് എന്നിട്ട് അതുപോലെ തന്നെ ഇവരുടെ ഹസ്ബൻഡിനെ അവൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് തിരിച്ചിട്ട് അവളുടെ സ്ഥാനം കൈക്കലാക്കാൻ ആൻഡ്രോമാക്കി ശ്രമിക്കുകയാണെന്നുള്ള രീതിയിലൊക്കെ ഹെർമിയോണി സംസാരിച്ചു. ആൻഡ് പിന്നെ ഇവൾ പറയുന്നത് ട്രോജൻസ് ഒക്കെ ബാർബേറിയൻസ് ആണ്. അതുപോലെ തന്നെ അവർ ഇൻസെസ്റ്റും പോളിഗമിയൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള, ഇൻസെസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ലവ് റിലേഷൻഷിപ്പ് പാടില്ലാത്ത ആൾക്കാരുമായിട്ടുണ്ടാകുന്ന സെക്ഷൽ കോണ്ടാക്റ്റ്, അതൊക്കെയാണ് ഇൻസെസ്റ്റ് എന്ന് പറയുമ്പോൾ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വിത്ത് ഫാദർ, അല്ലെങ്കിൽ വിത്ത് മദർ, അല്ലെങ്കിൽ വിത്ത് ബ്രദർ, ഇതൊക്കെയാണ് ഇൻസെസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോളിഗമി എന്ന് പറയുമ്പോൾ ഓഫ്കോഴ്സ് 2-3 ഭാര്യ അല്ലെങ്കിൽ ഭർത്താവൊക്കെ ഉള്ളതാണ് പോളിഗമി എന്ന് പറയുന്നത്. ഈ ഒരു അപ്പോൾ ഇത് വീണ്ടും കുറേ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. ആ ടൈമിലാണ് മെനലസ് വരുന്നതും. മെനലസ് വന്നിട്ട് മൊളസസിനെ അയാൾക്ക് കിട്ടി എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ആൻഡ്രോമാക്കി പറയും ഞങ്ങളെ പോകാൻ അനുവദിക്കണം എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ മെനലസ് ആദ്യമൊക്കെ എതിർക്കുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിൽ എന്ത് ചെയ്യും, നമ്മുടെ ഏജ്ഡ് ആയിട്ടുള്ള പീലിയസ്, ഗ്രാൻഡ് ഫാദർ ഓഫ് നെപ്റ്റോളമസ് വന്നവരെ സേവ് ചെയ്യുന്നു. അപ്പോൾ ഈ ടൈമിലാണ് ഒറസ്റ്റസ് വരും. ഒറസ്റ്റസ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ ഹെർമിയോണിയുടെ ഫിയാൻസെ ആയിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ വന്നിട്ട് ഹെർമിയോണിക്ക് ഇങ്ങനൊരു അവസ്ഥയാണെന്ന് വെച്ചാൽ ഭർത്താവിന് സ്നേഹമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഹെർമിയോണിയും കൊണ്ട് പോവുകയാണ്. പക്ഷെ ആക്ച്വലി ഈ ഒറസ്റ്റസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെപ്റ്റോളമസിനെ ഡെൽഫിയിൽ വെച്ചിട്ട് കൊന്നിട്ടാണ് വരുന്നത്. അപ്പോൾ അപ്പോൾ ഈ ഒരു നെപ്റ്റോളമസിൻ്റെ മർഡർ ഒറസ്റ്റസും അതുപോലെ തന്നെ മെൻ ഓഫ് ഡെൽഫിയും ചേർന്നിട്ടാണ് നടത്തിയത്. ആൻഡ് ഈസ് ഡിസ്ക്രൈബ്ഡ് ഡീറ്റെയിൽ ബൈ മെസ്സഞ്ചർ ഓഫ് പീലിയസിൻ്റെ മെസ്സഞ്ചറാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്ക്രൈബ് ചെയ്ത് പറയുന്നത്. അപ്പോൾ ലാസ്റ്റായിട്ട് വരുമ്പോഴത്തേക്കും ഈ ഒരു ഗോഡ്സ് ആയിട്ടുള്ള തെറ്റീസ് ഈസ് അപ്പിയറിങ് ആസ് എ ഡുവെക്സ് എക്സ് മക്കീന. ഡ്യുവസ് എക്സ് മക്കീന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും സോൾവ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ഭയങ്കര ഹാർഡായിട്ടുള്ള പ്രോബ്ലംസ് നമ്മുടെ മുമ്പിലുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടൈപ്പ് ഓഫ് ഡ്രാമാസിലൊക്കെ പെട്ടെന്ന്
സഡൻ ആയിട്ട് ഒരു ക്യാരക്ടർ വരിക അല്ലെങ്കിൽ ഒരു എലമെൻറ്റ് വരിക ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് പോവുകയും ചെയ്യും. സോ അങ്ങനെ ഒരു പ്രോബ്ലം സോൾവിങ് എലമെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ് ക്യാരക്ടറായിട്ട് വരുന്ന സംഭവത്തിനെയാണ് അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ വരുന്ന ആൾക്കാരെ വിളിക്കുന്നൊരു ലിറ്റററി ടെക്നിക്കൽ നെയിമാണ് എന്തെന്ന് പറയുന്നത് ഡുവെക്സ് എക്സ് മക്കീന എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഗോഡസ് ആയിട്ടുള്ള തെറ്റിസ് ആണ് ഡുവെക്സ് എക്സ് മക്കീന ആയിട്ട് വരുന്നത്. ആൻഡ് എന്ത് ചെയ്യും, നെപ്റ്റോളമസിൻ്റെ കോപ്സും പീലിയസ്, ആൻഡ്രോമാക്കി, മൊളസസ് ഇവർക്കൊക്കെ ഒരു ഡിവൈൻ ഫ്യൂച്ചർ ഉണ്ടാവും, അല്ലെങ്കിൽ ഇവർക്ക് ഫ്യൂച്ചറിൽ മേ ബി ഒന്നിക്കാൻ പറ്റും എന്നൊക്കെ ഉള്ള രീതി ആയിരിക്കാം. അങ്ങനെ പറഞ്ഞിട്ടാണ് ഈ ഒരു പ്ലേയുടെ ഈ ഒരു പോർഷൻ ഈ ഒരു പ്ലേ എൻഡ് ചെയ്യുന്നത്. നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഇതിനെ ഒരു ക്രിട്ടിക്കലായിട്ടുള്ള രീതിയിൽ നോക്കുമ്പോൾ പല ക്രിട്ടിക്സും ഇതിനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂരിപ്പിഡസിൻ്റെ തന്നെ വർക്ക്സിൽ ഒരു ലെസ് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് കൊടുക്കുന്ന ഒരു വർക്കാണ് ആൻഡ്രോമാക്കി എന്ന് പറയുന്നതെന്ന് പലവരും പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോൾ ആൻഡ്രോമാക്കി തന്നെ എടുത്ത് നോക്കുവാണെങ്കിൽ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ മാത്രമാണ് ആൻഡ്രോമാക്കിയുടെ ഒരു സ്റ്റോറി പറയുന്നത്. ആൻഡ്രോമാക്കി ആ ഒരു മെനലസ് വന്ന് വിട്ടിട്ട് പോകുമ്പോഴത്തേക്കും പിന്നെ ഈ ഒരു സ്റ്റോറി പോകുന്നത് ഹെർമിയോണിയിലേക്കാണ്. പിന്നെ ഓറസ്റ്റസിനെ പറ്റി പറയുന്നുണ്ട്. അങ്ങനെ പലരിലേക്കും ഈ ഒരു ഫോക്കസ് പോകുന്നത് കൊണ്ട് ഭയങ്കര എക്സ്പാൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു സ്റ്റോറി പറഞ്ഞിരിക്കുന്നത് എന്നുള്ള രീതിയിൽ കുറേ ക്രിട്ടിക്സൊക്കെ അതൊരു നെഗറ്റീവായിട്ട് ഈ ഒരു നമ്മുടെ പ്ലേക്ക് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് നോക്കുവാണെങ്കിൽ ഇതിൽ വന്നിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂരിപ്പിഡസ് ഈ മെനലസിനും നമ്മുടെ ഹെർമിയോണിക്കും ഒരു നെഗറ്റീവ് ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ഹെയ്റ്റ്ഫുൾ, നമുക്ക് നോക്കുമ്പോൾ തന്നെ ദേഷ്യം വരുന്ന രീതിയിലുള്ളൊരു ക്യാരക്ടറാണ് കൊടുത്തിരിക്കുന്നത്. ഏതൻസ് ആ ടൈമിൽ ഏതൻസിലുള്ള ഒരു സ്പാർട്ടയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ് നമുക്കിതിൽ കാണാൻ പറ്റുന്നത്. അതായത് നമ്മൾ ഈ മെനലസിനെ തന്നെ ഭയങ്കര അറഗൻറ്റ് ടൈറൻ്റായിട്ട് അല്ലെങ്കിൽ ഒരു കൊവാർഡായിട്ടൊക്കെയാണ് പറയുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ മകളായിട്ടുള്ള ഹെർമിയോണിയെ നോക്കുവാണെങ്കിൽ ഈസ് എക്സസീവ്ലി കൺസേൺഡ് വിത്ത് ഹർ ഹസ്ബൻഡ്സ് ഫെയ്ത്ത്ഫുൾനെസ്. ആ ഒരു ഫെയ്ത്ത്ഫുൾനെസ് അല്ലെങ്കിൽ അവരുടെ ഒരു ഭർത്താവിൻ്റെ സ്നേഹം എന്നൊരു സാധനം വേണമെന്ന് പറഞ്ഞിട്ട് വെറും ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു കുഞ്ഞിനെ കൊല്ലാൻ വരെ ഇവർ കാര്യങ്ങൾ പ്ലോട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇനി സ്വന്തം ചോരയിലൊരു കുഞ്ഞ് മതി ത്രോണിൽ കയറുന്നത്, ആൻഡ്രോമാക്കിയുടെ സ്ലേവായിട്ടുള്ള ആൻഡ്രോമാക്കിയുടെ കുഞ്ഞ് നെക്സ്റ്റ് ത്രോണിലേക്ക് വന്നു പോകുമോ എന്നുള്ള പേടിയിൽ ആണ് ഇവരിത് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവരെ ഭയങ്കര വെൽത്തിയാണ്, അവരുടെ ഓൺ മണിയിൽ, നെപ്റ്റോളമസിൻ്റെ അല്ല, അവർ തന്നെ ഭയങ്കര വെൽത്തിയാണ്. ഇത് നമുക്ക് കാണാൻ പറ്റുന്നത് ചില ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള നോക്കുവാണെങ്കിൽ ആൻഡ്രോമാക്കി, പീലിയസ് ഇവരൊക്കെ തന്നെ പറയുന്നുണ്ട് ദാറ്റ് ഷീ ഈസ് ഹൈ ഹാൻഡഡ്, ഭയങ്കര വെൽത്തി ആണെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഇഷ്ടക്കേട്, ഏതൻസിൻ്റെ സ്പാർട്ടയോടുള്ള ഒരു ഇഷ്ടക്കേട് നമുക്ക് കാണാൻ പറ്റുന്നത് പീലിയസ് ഈസ് കണ്ടിന്യൂസ്ലി കേഴ്സിങ് സ്പാർട്ട സെവറൽ ടൈംസ് ഡ്യൂറിങ് ദ പ്ലേ. ഈ ഒരു പ്ലേയുടെ ടൈമിൽ ഒരുപാട് വട്ടം സ്പാർട്ടയെ കേഴ്സ് ചെയ്യുന്നുണ്ട് പീലിയസ്. സോ ഓവറാൾ നോക്കുമ്പോൾ ആൻഡ്രോമാക്കി എന്ന് പറയുന്നത് ഒരു ട്രാജിക് പ്ലേ ആണ് വിച്ച് പോർട്രേസ് ദ ലൈഫ് ഓഫ് ആൻഡ്രോമാക്കി ആസ് എ സ്ലേവ് അണ്ടർ നെപ്റ്റോളമസ്. അതുപോലെ തന്നെ ഹർ സ്ട്രഗിൾസ്. പിന്നെ നോക്കുമ്പോൾ ഹർ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ഹെർമിയോണി, ഇതൊക്കെയാണ് ഇതിൽ കൂടുതലും ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ തീംസ് നോക്കുവാണെങ്കിൽ മാരേജ് ആസ് എ സോഴ്സ് ഓഫ് സ്ട്രൈഫ്, അതായത് ഇതിൽ നമുക്ക് കാണാൻ പറ്റും ഇതിലുണ്ടായിരിക്കുന്നത് 2 മാരേജാണ്. ഒന്ന് ഈ ഒരു ഹെലൻ്റെ മാരേജ്, നമുക്കറിയാം പാരീസുമായിട്ട് ഹെലൻ്റെ മാരേജ് ആകുമ്പോഴാണ് നമുക്ക് ട്രോജൻ വാർ ഉണ്ടാകുന്നത്. ആ ഒരു വാറ് കാരണമാണ് നമ്മുടെ ആൻഡ്രോമാക്കിക്ക് ഹസ്ബൻഡിനെ നഷ്ടമാവുന്നതും മകനെ നഷ്ടമാവുന്നതും. പക്ഷേ ആൻഡ്രോമാക്കിയുടെ ഒരു കാര്യം നോക്കുമ്പോൾ സ്വന്തം മകൻ്റെ കില്ലറിനെ തന്നെയാണ് ആൻഡ്രോമാക്കിക്ക് ലേറ്റർ ഷീ ബിക്കേം എ കോൺക്യുബൈൻ ടു ഹിം. അതായത് നമ്മൾ നെപ്റ്റോളമസ് ഈസ് സെക്ഷുവലി യൂസിങ് ഹർ. അതുപോലെ തന്നെ അസ്റ്റ്യനാക്സിനെ ആ ഒരു ട്രോജൻ വാളിൽ എറിഞ്ഞു കൊന്നതും നെപ്റ്റോളമസ് ആണ്. അങ്ങനെയുള്ള നെപ്റ്റോളമസിൽ ഒരു കുഞ്ഞ് ആർക്കുണ്ടാവുന്നു? ആൻഡ്രോമാക്കിക്ക് ഉണ്ടാവുന്നു. അതുപോലെ തന്നെ പിന്നെ ഒരു മാരേജ് എന്ന് പറയുമ്പോൾ ഹെർമിയോണി ഈസ് ബാരൻ.
അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാവത്തില്ല. പക്ഷേ ഇത് ഹെർമിയോണിയുടെ തന്നെ പ്രോബ്ലം ആണ് എന്നറിയുന്നത് എങ്ങനെയാണ്? നെപ്റ്റോളമിസിന് ഓൾറെഡി ആൻഡ്രോമാക്കിയിൽ ഒരു കുഞ്ഞുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇവൾക്ക് വേറെ ആരെയും പഴിചാരാൻ കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്ലേയുടെ സ്റ്റാർട്ടിങ്ങിൽ ആൻഡ്രോമാക്കിക്ക് ഉണ്ടാകുന്ന ഒരു ട്രാജിക് കോൺഫ്ലിക്റ്റ്, അതായത് അവൾ വന്നിട്ട് ഇങ്ങനെ തെറ്റിസിൻ്റെ ടെമ്പിളിൽ വന്നിരിക്കുന്ന ആ ഒരു ഇരിപ്പിന് കാരണം തന്നെ ഈ മാരേജസ് ആണ്. ഇതിലെ പല മാരേജസും ആണ്. ഹെർമിയോണി നെപ്റ്റോളമസുമായിട്ട് കല്യാണം കഴിയുന്നു. പക്ഷേ അവർക്ക് കുഞ്ഞുങ്ങളില്ല. അതുപോലെ തന്നെ നമ്മുടെ ഹെർമിയോണിയുടെയും ഒറസ്റ്റസിൻ്റെയും മാരേജ് മാറിപ്പോകാനുള്ള കാരണവും ഈ ഹെലനും പാരീസുമായിട്ടുള്ള മാരേജ് ഉറപ്പിക്കുന്നതോടുകൂടിയാണ്. അപ്പോൾ മാരേജ് എന്ന് പറഞ്ഞ സാധനം ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഒരു മാരേജ് കാരണമാണ് ഇതിൽ പല പ്രശ്നങ്ങളും വരുന്നത്. അതായത് നമ്മുടെ ഡെത്ത്, സൂയിസൈഡ്. കാരണം നെപ്റ്റോളമസിൻ്റെയും ഹെർമിയോണിയുടെയും കല്യാണം കഴിഞ്ഞതുകൊണ്ടാണ് നെപ്റ്റോളമസിനോടുള്ള ദേഷ്യത്തിൻ്റെ പുറത്ത് ഒറസ്റ്റസ് ഡെൽഫിയിൽ വെച്ച് നെപ്റ്റോളമസിനെ കൊല്ലുന്നത്. അപ്പോൾ സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തുന്നത് ഹെർമിയോണി പേടിച്ചിട്ട്, നെപ്റ്റോളമസ് വരുമ്പോൾ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന് പേടിച്ചിട്ട്. സോ അതെല്ലാം ഈ ഒരു മാരേജിൻ്റെ ഭാഗം ആയിരുന്നു. പിന്നെ നോക്കുമ്പോൾ വിമന് കൊടുക്കുന്ന ലോ വാല്യൂ അത് നമുക്ക് കാണാൻ പറ്റുന്നത് ആൻഡ്രോമാക്കിയിലൂടെയാണ്. ഹെർമിയോണി അത്രയില്ല. ഹെർമിയോണി എന്ന് പറയുമ്പോൾ കുറച്ച് റിച്ചാണ്, വെൽത്തി ആണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആൻഡ്രോമാക്കിക്ക്, അതായത് അവരുടെ ലൈഫ് ചൂസ് ചെയ്യാൻ പോലും ആൻഡ്രോമാക്കിക്ക് പറ്റില്ല. അതായത് സ്വന്തം ഹസ്ബൻഡിനെ കൊന്ന ആളുടെ മകൻ്റെ കോൺക്യുബൈനായിട്ട് ഇവർക്ക് വർക്ക് ചെയ്യേണ്ടി വന്നു. അതുമാത്രമല്ല, സ്വന്തം മകനെ കൊന്ന ആളുടെ കൂടെ ഒരു കുഞ്ഞുകൂടി ഉണ്ടായി ഇവർക്ക്. അതെന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് പെണ്ണുങ്ങൾക്ക് എതിർക്കാനുള്ളൊരു ഇത് ഉണ്ടായിരുന്നില്ല. ഈവൻ ഹെർമിയോണി പോലും ഈ സഫ്രൈഡ് ഓഫ് നെപ്റ്റോളമസ് അത്രയും പവർഫുള്ളാണ്, അല്ലെങ്കിൽ ഹെലൻ്റെയും മെനലസിൻ്റെയും മകളാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. വിമന് അവിടെ ഒരു ലോ വാല്യൂ ആണ് കൊടുത്തിരുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. ലാസ്റ്റായിട്ട് നോക്കുമ്പോൾ വാറിൻ്റെ ട്രാജിക് എഫക്റ്റ് അത് നമുക്ക് കാണാൻ പറ്റുന്നതും ഈ ആൻഡ്രോമാക്കിയുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്താൽ മതി എല്ലാ തീംസും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻഡ്രോമാക്കിയുടെ ലൈഫ് ഇത്രയും മിസറബിൾ ആവാൻ കാരണം എന്ന് പറയുന്നത് ആ ഒരു ട്രോജൻ വാറാണ്. അവർക്ക് ഹസ്ബൻഡിനെ നഷ്ടമായി, മകനെയും ഹസ്ബൻഡിനെയും കൊന്ന ആളിൽ തന്നെ അവർക്കൊരു കുഞ്ഞിനെ പ്രസവിക്കേണ്ടതായിട്ട് വന്നു. അതിൻ്റെ പേരിലും അവർക്ക് പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വന്നു. ലാസ്റ്റ് ഈ ഒരു കൊന്ന ആൾക്കാരുടെ തന്നെ ഫാദറിനെയോ അല്ലെങ്കിൽ മദറിൻ്റെയോ ഒക്കെ ഹെൽപ്പ് സീക്ക് ചെയ്യേണ്ടതായിട്ടും വന്നു. അപ്പോൾ ഇത്രയും തീംസാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ആൻഡ്രോമാക്കി പ്ലേ ഈസ് ഓവർ.